ഹലോ കൂട്ടുകാരെ, ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഷർട്ട് കോളറാണ് കേട്ടോ. നമുക്കെല്ലാവർക്കും തോന്നും നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഷർട്ട് കോളറിന്. പക്ഷെ നല്ല ഈസി ആയിട്ടോ, ഇത് നമ്മളെ റൗണ്ട് കോളറിനേക്കാളും അടിപൊളിയായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റും. ബിഗിനേഴ്സിന് വരെ സൂപ്പറായിട്ട് തയ്ക്കാൻ പറ്റും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് നമ്മുടെ കുർത്തയാണ് കേട്ടോ ഞാൻ ഈ വെച്ചിരിക്കുന്നത്. അപ്പോൾ കുർത്തേൻ്റെ ബാക്കി സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് കോളർ സ്റ്റിച്ചിങ് ആണ്. അപ്പോൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതാ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് അതിൻ്റെ ഷോൾഡർ അവിടെ നിന്ന് നെക്കിൻ്റെ ഇറക്കമാണ് അളവ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ നെക്കിൻ്റെ പ്ലാക്കറ്റ് വിട്ടിട്ടാണ് കേട്ടോ അളവ് എടുക്കേണ്ടത് ഷോൾഡറിൽ നിന്ന്. അപ്പോൾ എത്രയാണോ അളവ് എടുക്കുന്നത് നോക്കാം നമുക്ക്. അപ്പോൾ എനിക്ക് നമ്മുടെ കുർത്തിയുടെ ടോപ്പ് വലിച്ചു പിടിച്ച് കറക്റ്റാക്കി വെക്കണം. എന്നിട്ട് ടാപ്പ് വലിച്ചു പിടിക്കാതെ അതിലൂടെ കറക്റ്റ് അളന്ന് കൊണ്ടുവരാം കേട്ടോ. ഒരു 1-2 പ്രാവശ്യമൊക്കെ അളവ് എടുക്കുക. നമുക്ക് ആദ്യം ഒരു അളവ് കിട്ടി ഒരു പ്രാവശ്യം കൂടി അളവ് എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യാം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. 1 ഇഞ്ച് പ്ലാക്കറ്റ് വരുന്നുണ്ട്. അപ്പോൾ പ്ലാക്കറ്റ് നമ്മൾ അളവെടുക്കുന്നില്ല. പ്ലാക്കറ്റിൻ്റെ തൊട്ട് മുന്നേ സ്റ്റിച്ചിങ് തുടങ്ങുന്ന അവിടുന്ന് വരെയാണ്. അപ്പോൾ 10 ഇഞ്ചാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് 2 മടക്കാക്കിയാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് എന്ന് പറയുമ്പോൾ നമുക്ക് മൊത്തം റൗണ്ട് നെക്കിൻ്റെ മൊത്തം റൗണ്ട് 20 ഇഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ 20 ഇഞ്ചിലാണ് ഇപ്പോൾ ഇനി തയ്ക്കാൻ പോകുന്നത് കേട്ടോ. തുണി എടുത്തിട്ട് അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 2 പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. കോളർ വെക്കാൻ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 പീസ് അതിന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മൊത്തം റൗണ്ട് കിട്ടിയിരുന്നത് എത്രയാണോ ഈ 10 നമുക്ക്. അപ്പോൾ 10നോട് 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് കേട്ടോ ഞാൻ തുണി നമ്മൾ രണ്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് മടക്കിയാണ് കേട്ടോ 2 പീസും വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ വീതി 5 ഇഞ്ചാണ് കേട്ടോ വന്ന് എടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് മടക്കിയ ആ ഭാഗത്ത് നിന്ന് ഓപ്പൺ ആയിട്ടുള്ള ആ ഭാഗത്തേക്കാണ് അളവെടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ച് എവിടെയാണോ എത്തുന്നത് അവിടെ ഞാൻ അടയാളപ്പെടുത്തി കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് തുണിയുടെ താഴോട്ട് തലപ്പത്തേക്ക് ഇങ്ങനെ ഒരു ലൈന് കൊടുക്കുക കേട്ടോ. നമ്മുടെ കോളറിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മൊത്തം നമ്മളിത് 1.5 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നമുക്കിങ്ങനെ ചെരിച്ച് വരക്കാൻ കിട്ടും. പിന്നെ അതിൽ നിന്ന് ഇതിൻ്റെ പകുതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. കോളറിൻ്റെ 10ൻ്റെ പകുതി 5. ആ 5 ഇഞ്ചിലോട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യുക കേട്ടോ. 1/2 ഇഞ്ച് മതി. മൊത്തം 10 ഇഞ്ചല്ലേ നമ്മൾ അടയാളപ്പെടുത്തിയത്, അതിൻ്റെ പകുതി 5. ആ 5ലോട്ട് ഒരു 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്യാം. ഇതും കോളറിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. 2 പീസുകളും ഒരുപോലെ മടക്കി വെച്ച് ഒന്നിന് മേലെ ഒന്നായിട്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടോ നമ്മുടെ കോളറിൻ്റെ ആ ഷേപ്പ്, നമ്മുടെ ആ കൂർത്ത ഭാഗം കോളറിൻ്റെ താഴത്തോട്ട് വന്നിരിക്കുന്ന കൂർത്ത ഭാഗമാണ് കേട്ടോ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് എടുത്ത്. ഇപ്പോൾ 2 പീസും കൊണ്ട് ഒരുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല വശവും ചേർത്ത് വെച്ച് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വശത്ത് നിന്ന്
പ്ലാക്കറ്റിൻ്റെ ഒരു വശത്ത് നിന്ന് കോളറിൻ്റെ രണ്ട് പീസ് ഒരുപോലെ വെച്ച് പ്ലാക്കറ്റ് വിട്ടിട്ടാണ് കേട്ടോ. പ്ലാക്കറ്റ് നമ്മൾ അളവെടുത്തിട്ടില്ലല്ലോ, അപ്പോൾ ആ പ്ലാക്കറ്റ് വിട്ട് അവിടുന്ന് 1 ഇഞ്ച് പ്ലാക്കറ്റ് വരും. അത് കഴിഞ്ഞ് കോളറും കുർത്തയുടെ ഒരുപോലെ നല്ല വശം ചേർത്ത് വെച്ച് തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെ ഇത് വീഡിയോയിൽ ചെയ്യുന്നത് പോലെ വൃത്തിക്ക് സാവധാനമായിട്ട് നല്ല നീറ്റായിട്ട് തയ്ച്ചെടുക്കുക. ഓരോന്ന് ഉള്ളിലൊക്കെ കുടുങ്ങി കിടക്കും നമ്മൾ തയ്ക്കുമ്പോൾ. അപ്പോൾ കുർത്തയുടെ എല്ലാ ഭാഗമൊക്കെ വലിച്ച് വൃത്തിക്ക് വെച്ചിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. എൻ്റെ പുതിയ ചാനലാണ്, അതുകൊണ്ട് എനിക്ക് സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഉള്ളിൽ കണ്ടോ ഇങ്ങനെ തുമ്പ് വരുന്നത് കോളർ നമ്മൾ തയ്ച്ച് വെച്ച ആ തുമ്പാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. നമ്മൾ ഈ തുമ്പിനോട്ട് ഒരു ചെറിയ ഒരു കഷ്ണം വെച്ച് ക്രോസ് പീസ് പോലത്തെ ചെറിയ വീതിയിൽ ഇതുപോലെ നീളത്തിലുള്ള കഷ്ണം നമ്മൾ നെക്കിന് സാധാരണ ക്രോസ് പീസ് വെച്ച് ബാക്ക് നെക്കൊക്കെ ചെയ്യൂലേ, അതുപോലെ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പ്ലാക്കറ്റിൻ്റെ ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ ഉള്ളിലോട്ട് ഒരു 1/2 ഇഞ്ച് മടക്കി വെക്കുകയാണ് കേട്ടോ, മറിക്കുമ്പോൾ പ്ലാക്കറ്റ് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ കോളറിൻ്റെ കണ്ടോ ഇതുപോലെ കോളറിൻ്റെ തയ്ച്ച് വെച്ച ഭാഗത്ത് വെച്ചിട്ട് ഈ വശത്തുനിന്ന് മറ്റേ വശം വരെ തയ്ച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തയ്ച്ചെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ പീസിൻ്റെ ഒരു വശം വെച്ച് തയ്ച്ചെടുത്തു. ഇനി ഇതുപോലെ മടക്കി 2 മടക്കി പ്ലാക്കറ്റ് കവർ ചെയ്തുകൊണ്ട് പ്ലാക്കറ്റിൻ്റെ തലപ്പത്ത് വരെ വെച്ചിട്ട് നമ്മൾ ഇനി ഇതൊരു പതിച്ച് തയ്ക്കാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ നമ്മൾ കോളർ വെച്ചിരുന്ന ആ തുമ്പ് കവർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കോളറിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതുപോലെ നമുക്ക് വൃത്തിക്ക് ഷർട്ട് കോളർ തയ്ച്ചെടുക്കാം. ഓക്കെ, ബൈ ബൈ.